ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വഖഫ് ബില്ല് പാസ്സാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. എല്ലാ കണ്ണുകളും പോകുന്നത് രാജ്യസഭയിലേക്കാണ്. രാജ്യസഭയിൽ എന്ത് സംഭവിക്കും? കാരണം ഓരോ വോട്ടും വളരെ നിർണായകമാണ്. രാജ്യസഭയിലെ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം 245 ഇപ്പോൾ. സീറ്റുകൾ ചിലത് ഒഴിഞ്ഞുകിടക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 9 സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രാജ്യസഭയിലെ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം 236. അവിടെ ബില്ല് പാസ്സാകാൻ വേണ്ട 119. നിലവിൽ BJPയുടെ ഇല്ലെങ്കിൽ NDAയുടെ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അവരുടെ സീറ്റുകളുടെ എണ്ണം 125. അതായത് NDAക്ക് വളരെ ഈസിയായി തന്നെ ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കി എടുക്കാൻ കഴിയും. INDA മുന്നണിക്ക് 88 സീറ്റുകൾ മാത്രമാണുള്ളത്. ഇവിടെ നിർണായകമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ JDUവിനും TDPക്കും വലിയ പ്രസക്തിയില്ല രാജ്യസഭയിൽ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. JDUവിന് 4 രാജ്യസഭാ MPമാർ മാത്രമേ ഉള്ളൂ. TDP തെലുങ്ക് ദേശം പാർട്ടിക്ക് 2 പേർ, അതായത് 2 കൂട്ടർ കൂടി ചേർന്ന് കഴിഞ്ഞാൽ കേവലം 6 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോഴും ഈ 119 സീറ്റ്, അതായത് കേവല ഭൂരിപക്ഷം എന്നുള്ള സീറ്റ് NDA സഖ്യത്തിന് ഉണ്ടാകും. BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിന് ഉണ്ടാകും. അതായത് രാജ്യസഭയിൽ TDPയും JDUവും പിന്തുണച്ചില്ലെങ്കിൽ പോലും പാസ്സാകുന്ന അവസ്ഥ. ഇത് കൂടാതെ നിർണായകമായി മാറുന്ന മറ്റു ചില പാർട്ടികളുണ്ട്. അവർ 2 മുന്നണിയിലും പെടുന്നവരല്ല. അതിലൊന്ന് YSR കോൺഗ്രസ് 7 MPമാരുണ്ട്. ബിജു ജനതാദളിന് 7 MPമാരുണ്ട്. BRS ചന്ദ്രശേഖർ റാവുവിൻ്റെ തെലങ്കാന രാഷ്ട്രീയ സമിതി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ BRS ആണ്, ഭാരതീയ രാഷ്ട്രീയ സമിതിയാണ്. അവർക്ക് 4 സീറ്റുണ്ട്. AIDMKക്ക് 3 സീറ്റുണ്ട്. BSPക്ക് 1 സീറ്റുണ്ട്. MNFന് 1 സീറ്റുണ്ട്. ഇങ്ങനെയാണ് അവിടുത്തെ കക്ഷിനില. ഈ പാർട്ടികൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ പറയുന്ന സംഖ്യ വേണ്ടി വരില്ല ഈ ബില്ല് പാസ്സാക്കാൻ. ഇനി ഈ പാർട്ടികളിൽ ആരെങ്കിലുമൊക്കെ പിന്തുണച്ചാൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ വോട്ടുകൾ BJPക്ക് നേടിയെടുക്കാൻ കഴിയും. ഏതാണ്ട് ലോക്സഭയിൽ രാജ്യസഭയിൽ ഈസിയായി തന്നെ ഈ ബില്ല് പാസ്സാകും എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ ഇവിടെ പാർട്ടികളെല്ലാം തന്നെ 3 ദിവസത്തെ വിപ്പാണ് MPമാർക്ക് നൽകിയിരിക്കുന്നത്. 3 ദിവസവും സഭയിൽ ഉണ്ടാകണം എന്നൊരു വിപ്പ് നൽകിയിരിക്കുന്നു. കാരണം ഇന്നത് ലോക്സഭയിൽ വരും. ലോക്സഭയിൽ വൈകുന്നേരത്തോടു കൂടി അതിൻ്റെ വോട്ടെടുപ്പ് നടക്കും. നാളെ അത് രാജ്യസഭയിൽ വരും. അത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് 3 ദിവസം സഭയിൽ ഉണ്ടാകണമെന്ന് MPമാർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.